വചനം എന്നെ ഒത്തിരി ആഴത്തിൽ സ്പർശിച്ചു എന്ന് മാത്രമല്ല, എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുകയും കൂടി ചെയ്ത ഒരു വചനമാണ്. 2 Corinthians chapter 5 verse 17 to 21, 17 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളാണ് എന്നെ ഒത്തിരി ആഴത്തിൽ സ്പർശിച്ചത്. പറയാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, വചനം ഇതാണ്: ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയൊരു സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവനെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങളെ വരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തിൽ രമ്യതപ്പെടുക. ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 21 വാക്യം ഇപ്രകാരം പറയുന്നു. ഇതാണ് എന്നെ ഒത്തിരി ആഴത്തിൽ സ്പർശിച്ചൊരു വചനം. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപിയാക്കി. പാപം ചെയ്യാത്തവനെ എന്നല്ല, പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപിയാക്കി. ഈ ഒരു വചനം ഒത്തിരി ആഴത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം തരാം. ഉദാഹരണം ഇതാണ്: സാറ എന്നൊരു സിംഗിൾ മദർ. അവൾക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു 50 ലക്ഷത്തിന്റെ കടവുമുണ്ട്. 3-4 പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് ആ കടം വീട്ടാൻ പറ്റുന്നില്ല. ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്, പക്ഷെ കടം വീട്ടാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ അവള് ജീസസിനെ കാണുകയാണ്. ഈ ജീസസിനോട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ വഴിക്ക് ജീസസ് പറയുകയാണ്, നിന്റെ ഈ 50 ലക്ഷത്തിന്റെ കടം ഞാൻ ഏറ്റെടുക്കാം. ഇപ്പൊ തന്നെ ഞാൻ ഇതിന്റെ ചെക്ക് എഴുതി തരാം. ഉടൻ തന്നെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ 50 ലക്ഷത്തിന്റെ ചെക്ക് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറയാണ്, ഇതിൽ 1 രൂപ പോലും നീ എനിക്ക് തിരിച്ചു തരണം. നീ ഇനി ഒരു കടവും നമ്മൾ തമ്മിലില്ല. നിന്റെ മുഴുവൻ കടവും തീർന്നിരിക്കുന്നു. നീ ഈ 50 ലക്ഷത്തിന്റെ ചെക്ക് കൊണ്ടുപോയിട്ട് നിന്റെ കടം വീട്ടുക എന്ന് പറഞ്ഞു. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രം നീ എനിക്ക് വേണ്ടി ചെയ്യണം. എന്താണെന്നറിയോ? ഞാൻ നിന്നോട് ഈ കാണിച്ച സ്നേഹവും കരുണയും നീ മറ്റുള്ളവരോടും കാണിക്കുക. അതുവഴി അവരെ ഞാനുമായി രമ്യതപ്പെടുത്തുക. ഇത് മാത്രം നീ ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. എന്നെ പറ്റിയുള്ള സ്നേഹം നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതുവഴി അവർക്ക് എന്നെ കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കുക.